എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെത്തിയിരിക്കുന്നത് LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത, സമീപകാലത്ത് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളായിട്ടാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല, 8 ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. അത് സ്പർശിച്ചു പോകുന്ന മേഖലകൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. അവയെ കൂടി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം. ശ്രദ്ധിക്കേണ്ട മലയാളം ചോദ്യങ്ങളിലേക്ക്. പതിവ് പോലെ തന്നെ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതിനുശേഷം ഉത്തരവും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ചോദ്യം കണ്ടതിന് ശേഷം ശരിയായ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 8 ചോദ്യങ്ങളല്ലേ ഉള്ളൂ. 8 ചോദ്യങ്ങൾക്കൊടുവിൽ ഉത്തര സൂചിക കൊടുത്തിട്ടുണ്ടാകും. 8ൽ എത്ര എണ്ണം ശരിയാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും. എന്താണ് ചോദ്യം? കാക്കനാടൻ എന്നുള്ളത് ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷൻ എ VV അയ്യപ്പൻ, ഓപ്ഷൻ ബി ചെറിയാൻ മാപ്പിള, ഓപ്ഷൻ സി P സച്ചിദാനന്ദൻ, ഓപ്ഷൻ ഡി ജോർജ് വർഗീസ്. ഏതാണ് ശരിയായ ഉത്തരം? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിന് ഉടമസ്ഥൻ ആരാണ്? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്തതിനു ശേഷം മാത്രം തുടർന്ന് കാണുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജോർജ് വർഗീസ് കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തുന്ന വ്യക്തി ആരാണ്? ജോർജ് വർഗീസ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: താഴെ നൽകിയിരിക്കുന്നതിൽ മാധ്യമ പുരുഷൻ ഉദാഹരണം എന്നാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. എന്താണ് ഇത്? മധ്യമ പുരുഷ സർവനാമമാണ്. മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ നിന്റെ, ഓപ്ഷൻ ബി എന്റെ, ഓപ്ഷൻ സി അദ്ദേഹം, ഓപ്ഷൻ ഡി എനിക്ക്. ഏതാ ശരിയായ ഉത്തരം? ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, നിന്റെ എന്നുള്ളതാണ് ഈ തന്നിട്ടുള്ളതിൽ മധ്യമ പുരുഷൻ അഥവാ സെക്കൻഡ് പേഴ്സണ് ഉദാഹരണമായി പരിഗണിക്കാവുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ എന്റെ കഥ, ഓപ്ഷൻ ബി കർമ്മഗതി, ഓപ്ഷൻ സി ഹൃദയരാഗങ്ങൾ, ഓപ്ഷൻ ഡി ഓർമ്മകളുടെ ലോകത്തിൽ. ഇതിൽ ഏതാണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ എന്നതാണ് ചോദ്യം. കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൃദയരാഗങ്ങളാണ് ശരിയായ ഉത്തരം. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേര് ഹൃദയരാഗങ്ങൾ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ലോഭം, ഓപ്ഷൻ ബി ലോചനം, ഓപ്ഷൻ സി അക്ഷി, ഓപ്ഷൻ ഡി ലോചം. ഏതാ ശരിയായ ഉത്തരം? കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഇതിലേതാണ്? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരത്തിലേക്ക് കടക്കാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലോചം എന്ന വാക്കിന് കണ്ണുനീർ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ്? ഒറ്റ വാക്യമാണ്, അതിനെ 4ആയി മുറിച്ചാണ് തന്നിരിക്കുന്നത്. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഇതാണ് തന്നിരിക്കുന്ന വാക്യം. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റുള്ളത്? കണ്ടെത്തുക. കണ്ടെത്തിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, എല്ലാ മാസം തോറും എന്നിടത്താണ് തെറ്റ് കണ്ടെത്താനാവുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആറാമത്തെ ചോദ്യം ഇതാണ്: നാറാണത്തു ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? കവിത നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, കവിതയാണ്, അത് നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം, ഓപ്ഷൻ ബി ക്രീഡാരീതി, ഓപ്ഷൻ സി ആഗമന നിഗമന രീതി, ഓപ്ഷൻ ഡി ഡാൾട്ടൺ പദ്ധതി. ഏതാ ശരിയായ ഉത്തരം? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രീഡാരീതി അഥവാ പ്ലേവേ മെത്തേഡിന് ഉദാഹരണമാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കുട്ടികളുടെ
പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായാണ്? ഓപ്ഷൻ എ നിരന്തര വിലയിരുത്തൽ, ഓപ്ഷൻ ബി വാർഷിക വിലയിരുത്തൽ, ഓപ്ഷൻ സി ടേം വിലയിരുത്തൽ, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയൊന്നും അല്ല. ഏതാ ശരിയായ ഉത്തരം? ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ, എന്താണ് നിരന്തര വിലയിരുത്തൽ തുടങ്ങിയവയെ കുറിച്ച് പറയാം 8 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തിയ ശേഷം. 8ാമത്തെയും അവസാനത്തെയുമായ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിനു പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനത്തെ എന്താണ് പറയുക? ഓപ്ഷൻ എ പരിസര പഠന സമീപനം, ഓപ്ഷൻ ബി ഗണിത സമീപനം, ഓപ്ഷൻ സി ഉദ്ഗ്രഥിത സമീപനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ശരിയായ ഉത്തരം? വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേരെന്താണ്? ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉദ്ഗ്രഥിത സമീപനമാണ് ശരിയായ ഉത്തരം. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ 8 ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 8 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 8ൽ എത്ര എണ്ണം ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2A, 3C, 4D, 5A, 6B, 7A, 8C ഇങ്ങനെയാണ് ഉത്തര സൂചിക. അങ്ങനെയെങ്കിൽ 8ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു? ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്തിയത് കൊണ്ട് മാത്രമായില്ലല്ലോ, അനുബന്ധ വിവരങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കും എന്നുള്ളതല്ല ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യങ്ങൾ സ്പർശിച്ചു പോകുന്ന മേഖലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ആ ഒരു മേഖലയെ നമ്മൾ സമീപിക്കേണ്ടത് നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? കാക്കനാടൻ എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? തൂലികാനാമം എന്നുള്ളത് നമ്മുടെ പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. മിക്കവാറും പരീക്ഷകളിൽ തന്നെ തൂലികാനാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകളയരുത്. വളരെ പ്രധാനപ്പെട്ട തൂലികാനാമങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, വി അയ്യപ്പൻ ആരാണ്? കോവിലനാണ് അല്ലെ. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അയ്യപ്പൻ കോവിൽ എന്ന് ഓർത്തു വച്ചേക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ നോവലുകൾ എഴുതിയിരുന്നത് എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കും. ചെറിയാൻ മാപ്പിള കട്ടക്കയം എന്ന തൂലികാനാമത്തിലാണ് ചെറിയാൻ മാപ്പിള കൃതികൾ എഴുതിയിരുന്നത്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് അല്ലെ, ശ്രീയേശു വിജയം എന്ന കൃതി എഴുതിയത് കൊണ്ട് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. പി സച്ചിദാനന്ദൻ ആരാണ്? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അനേകം നോവലുകൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരനാണ് പി സച്ചിദാനന്ദൻ. കാക്കനാടൻ ജോർജ് വർഗീസ് കാക്കനാടൻ സാക്ഷി പോലെയുള്ള നോവലുകളിലൂടെ ഒക്കെ പ്രസിദ്ധനായ വ്യക്തിയാണ് കാക്കനാടൻ എന്ന ജോർജ് വർഗീസ് കാക്കനാടൻ. അപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള തൂലികാനാമങ്ങൾ ഒന്ന് പരിശോധിക്കാം. കോവിലൻ വി അയ്യപ്പനാണെന്ന് പറഞ്ഞു. ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണെന്ന് പറഞ്ഞു. ആനന്ദ് പി സച്ചിദാനന്ദനാണ്. ആനന്ദിനെ കുറിച്ച് ആവർത്തിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലിന്റെ കർത്താവ് ആരാണ്? ആനന്ദാണ്. മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിന്റെ രചന നിർവഹിച്ചത് ആനന്ദ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആനന്ദ് സച്ചിദാനന്ദൻ എന്ന് മാത്രം ഓർത്തു വെച്ചാൽ പോരാ. കാരണം എന്താണ്? മലയാളത്തിൽ 2 സച്ചിദാനന്ദന്മാരുണ്ട്, കെ സച്ചിദാനന്ദനും പി സച്ചിദാനന്ദനും. പി സച്ചിദാനന്ദനാണ് നോവലിസ്റ്റ്, അദ്ദേഹമാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്നത്. കെ സച്ചിദാനന്ദൻ കവിയാണ്, സാഹിത്യ നിരൂപകനാണ്. അദ്ദേഹം തൂലികാനാമങ്ങൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ സച്ചിദാനന്ദൻ എന്ന പേര് മാത്രം ഓർത്തു വെച്ചത് കൊണ്ട് കാര്യമായില്ല. അടുത്തത് ഉറൂബ്, പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ്. ഉമ്മാച്ചു, അതുപോലെ സുന്ദരികളും സുന്ദരന്മാരും തുടങ്ങിയ നോവലുകൾ, രാച്ചിയമ്മ എന്ന ചെറുകഥ, ഇതൊക്കെ ഉറൂബിന്റെ സംഭാവനയാണ്. മലയാള സാഹിത്യ ശാഖയ്ക്ക് പ്രത്യേകിച്ച് ചെറുകഥ നോവൽ സാഹിത്യ വിഭാഗത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ഉറൂബ്.
അക്കിത്തം എന്ന വ്യക്തിയുടെ ശരിയായ പേരെന്താണ്? അച്യുതൻ നമ്പൂതിരി എന്നുള്ളതാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പക്ഷെ ആരുടേതാണ് ഈ വരികൾ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. ശരിയായ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ 6ാമത് നേടിയത് അക്കിത്തമാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നന്ദനാർ, അധ്യാപക കഥകളിലൂടെ പ്രസിദ്ധനായ വ്യക്തിത്വം നന്ദനാർ എന്ന PC ഗോപാലൻ. ഉറൂബും നന്ദനാരും തമ്മിൽ പലർക്കും മാറിപ്പോകാറുണ്ട്. കാരണം എന്താ? രണ്ടുപേരുടെയും ഇനീഷ്യല് PC എന്ന് തന്നെയാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്, നന്ദനാർ PC ഗോപാലനാണ്. PC ഗോപാലൻ. ഉണ്ണിക്കുട്ടന്റെ ലോകം നന്ദനാർ എന്ന PC ഗോപാലന്റെ സംഭാവനയാണ്. പിന്നെ വിലാസിനി, മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണല്ലേ. ഏത്? വിലാസിനിയോ? അല്ല, അവകാശികൾ എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് ആര്? വിലാസിനി. ശരിയായ പേരാണെന്ത്? MK മേനോൻ. അമ്മയുടെ പേരാണ് അദ്ദേഹം തൂലികാനാമമായിട്ട് സ്വീകരിച്ചത്. തുളസീവനം എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചനകൾ നടത്തിയിരുന്നത് ആരാണ്? R രാമചന്ദ്രൻ നായരാണ്. ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയന്റെ ശരിയായ പേരെന്താണ്? MR നായർ അല്ലെങ്കിൽ മാണിക്കോത്ത് രാമുണ്ണി നായർ എന്നാണ്. അതുപോലെ പുരാണ കഥകൾ, രാമായണ മഹാഭാരത കഥകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബാലസാഹിത്യ രൂപത്തിൽ അവതരിപ്പിച്ച 2 പ്രസിദ്ധരായ സാഹിത്യകാരാണ് സുമംഗലയും മാലിയും. 2ഉം തൂലികാനാമങ്ങളാണ്. സുമംഗല ലീലാ നമ്പൂതിരിപ്പാടാണ്. മാലി V മാധവൻ നായരാണ്. മാലി രാമായണം, മാലി ഭാരതം ഇതൊക്കെ വിപണിയിൽ ഇപ്പോഴും ധാരാളമായി വിറ്റഴിഞ്ഞു പോകുന്ന ഗ്രന്ഥങ്ങളാണ്. രണ്ടുപേരും പുരാണ കഥകൾ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ലളിതമായ രീതിയിൽ ആവിഷ്കരിച്ചവരാണ്. പാറപ്പുറത്ത്, ആരാണ് പാറപ്പുറത്ത്? KE മത്തായി ആണ്. അരനാഴിക നേരം എന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. ഒരു ബോധധാരാ സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ട നോവൽ കൂടിയാണ്. പാറപ്പുറത്ത് എന്ന തൂലികാനാമം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷെ ഇത് ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 2ാമത്തെ ചോദ്യം എന്തായിരുന്നു? മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം ഏത് എന്നതായിരുന്നു. നിന്റെ എന്ന ഉത്തരം നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമ്മൾ കണ്ടെത്തുന്നത്? കാണാപ്പാഠം പഠിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഒരു എളുപ്പ വഴി ഞാൻ പറയാം. നിങ്ങളൊരു ക്ലാസ് റൂമിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊരു ക്ലാസ് മുറിയാണല്ലോ, ഇതൊരു വിർച്വൽ ക്ലാസ് റൂം ആണല്ലോ. ഇവിടെ ഇതിനെ ക്ലാസ് റൂം എന്ന് വിളിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? 1, അധ്യാപകന്റെ സ്ഥാനത്ത് ഒരാൾ വേണം. 2, വിദ്യാർത്ഥികളുടെ സ്ഥാനത്ത് ഒരാളോ ഒന്നിലധികം പേരോ വേണം. 3ാമതായി നമുക്കിടയിൽ ചർച്ച ചെയ്യാൻ ഒരു വിഷയം വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മുറിയെ ഒരു ക്ലാസ് റൂം എന്ന് വിളിക്കാനാവുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് സർവനാമം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയുള്ളൂ കാര്യം. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്ന് ഉത്തരം പറയാൻ ശ്രമിക്കുക. 3 ചോദ്യങ്ങൾ. ആര്, ആരോട്, ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ സർവനാമം നമ്മൾ പഠിച്ചു കഴിയും. എങ്ങനെയാണ്? എന്റെ 1ാമത്തെ ചോദ്യം ഇതാണ്. ആരാണിപ്പോൾ പഠിപ്പിക്കുന്നത്? നിങ്ങളല്ല ഉത്തരം പറയേണ്ടത്. എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഉത്തരം പറയണം. അതായത് നിങ്ങളിൽ ഒരാളാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ ഞാൻ എന്തായിരിക്കും മറുപടി പറയുക? ആരാണിപ്പോൾ ക്ലാസ് എടുക്കുന്നത്? ഞാനാണിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ലളിതമായ ഒരു ശീർഷകത്തിൽ ഉൾപ്പെടുന്ന അധ്യായങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഒരാളാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി കൂടുതൽ സങ്കീർണമായ അധ്യായങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ മറ്റൊരു അധ്യാപകന്റെയോ അധ്യാപികയുടെയോ സഹായം ഞാൻ ആവശ്യപ്പെടുകയും ഞങ്ങൾ ചേർന്ന് ക്ലാസ് എടുക്കുകയും ചെയ്താൽ പിന്നീട് ആരായിരിക്കും ക്ലാസ് എടുക്കുന്നത്? ഞങ്ങളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ആണല്ലോ. അപ്പോഴും ചോദ്യം എന്ത് തന്നെയാ? ആരാണ് ക്ലാസ് എടുക്കുന്നത്? ആദ്യം ഞാൻ ക്ലാസ് എടുത്തു, പിന്നീട് ഞങ്ങൾ ക്ലാസ് എടുത്തു. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രമേൽ വ്യക്തമാവുകയും
ഈ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ക്ലാസ് എടുക്കാൻ പാകത്തിന് നിങ്ങൾ പഠിച്ചു കഴിയുകയും നിങ്ങൾ മറ്റൊരിടത്ത് പോയി ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഇവിടെ ഇപ്പൊ എന്താണോ ചെയ്തിരിക്കുന്നത് ആ തൊഴിലാണ് നാളെ നിങ്ങൾ മറ്റൊരിടത്ത് പോയി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനെന്നും നീയെന്നും വ്യത്യാസമുള്ളത് എന്തുകൊണ്ടാണ്? ഞാൻ പഠിപ്പിക്കുന്നയാളാണ്, നിങ്ങൾ പഠിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ഞാൻ നീ എന്ന വ്യത്യാസം വരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി തന്നെയാണ് നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ നീ വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മൾ ഒരു കാറ്റഗറിയിൽ പെടുന്നവരായി അല്ലേ? അപ്പൊ ആരാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തോ പറയാം? നമ്മളാണ് ക്ലാസ് എടുക്കുന്നത്. ഞാനാണ് ആദ്യം ക്ലാസ് എടുത്തത്, ഞങ്ങളാണ് പിന്നീട് ക്ലാസ് എടുത്തത്, നമ്മളാണ് ഇനി ക്ലാസ് എടുക്കാൻ പോകുന്നത്. 3 ഉത്തരം കിട്ടാൻ വേണ്ടിയും ചോദിച്ച ചോദ്യം എന്ത് തന്നെയായിരുന്നു? ആര്. കിട്ടിയോ? ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ എന്തായി? ഫസ്റ്റ് പേഴ്സൺ അഥവാ ഉത്തമ പുരുഷ സർവനാമമായി. മറ്റൊരു എളുപ്പ വഴി കൂടെ പറയട്ടെ. ഇംഗ്ലീഷിലെ പഠിച്ചു വയ്ക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഇംഗ്ലീഷിൽ 2 ഫസ്റ്റ് പേഴ്സണേ ഉള്ളൂ. ആരൊക്കെയാ? ഐയും വിയും മാത്രമാണ്. ഈ ഐക്കും വിക്കും സമാനമായിട്ട് ഏത് മലയാള പദം എടുത്താലും അത് എന്തായിരിക്കും? ഉത്തമ പുരുഷ സർവനാമമായിരിക്കും. ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം, അല്ലെ, നോം, ഇതൊക്കെ, അടിയൻ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഉത്തമ പുരുഷ സർവനാമം അഥവാ ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പോഴോ ചോദ്യം മാറുന്നു. ആര് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം പറഞ്ഞതെങ്കിൽ ചോദ്യം മാറുന്നു. ആർക്കാണ് അല്ലെങ്കിൽ ആരോടാണ്? ഓക്കെ, ആർക്കാണ് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത്? നിങ്ങളിൽ ഒരാൾ എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ എന്തു പറയും? നിനക്കാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. ഒരാളെ ഉള്ളുവെങ്കിൽ നിനക്കും, ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും. ഇത് രണ്ടും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? യു ആണ്. ഇംഗ്ലീഷിൽ ഒരേ ഒരു സെക്കൻഡ് പേഴ്സൺ. ആരാ? യു. യുവിന് സമാനമായിട്ട് വരുന്ന ഏത് മലയാള പദവും സെക്കൻഡ് പേഴ്സൺ അഥവാ മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. നീ, നിങ്ങൾ, താൻ, താങ്കൾ, ഇതൊക്കെ എന്താണ്? മധ്യമ പുരുഷ സർവനാമമാണ്. മൂന്നാമതായി പ്രഥമ പുരുഷ സർവനാമം അഥവാ തേർഡ് പേഴ്സൺ. എന്താ സംഭവം? ആര്, ആർക്ക്, 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച്? ഞാൻ ക്ലാസ്സിൽ വന്ന സമയത്ത് തന്നെ ക്ലാസ് എടുക്കുകയല്ല ചെയ്തത്. ക്ലാസ്സിൽ ഇന്ന് ആരൊക്കെ വന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോ നമ്മുടെ രാമു ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടില്ല, രാജി ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? അവരെ കുറിച്ച് കുറ്റം പറയുകയാണ്. അവരല്ലെങ്കിലും തീരെ ശരിയല്ല, മഹാ ഉഴപ്പാണ്, ക്ലാസ് ഒരിക്കലും അത്ര ഗൗരവത്തോടു കൂടി കാണുന്നവരല്ല എന്നൊക്കെ ഞാൻ അവരെ കുറിച്ച് പഴി പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആരെ കുറിച്ചാ പറഞ്ഞത്? ആദ്യത്തെ സെന്റൻസിൽ മാത്രമായിരിക്കും രാജു അല്ലെങ്കിൽ രാജി അല്ലെങ്കിൽ രമ്യ എന്നൊക്കെ ഞാൻ ഏതെങ്കിലും പേര് ഉപയോഗിക്കുന്നത്. പിന്നീട് ഓരോ വാക്യത്തിലും അവരെ കുറിച്ച് പറയാനായി ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തായിരിക്കും? അവൻ, അവൾ. അവരെ കുറിച്ച് ചേർത്ത് പറയാനാണെങ്കിലോ അവർ എന്ന വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ആരെ കുറിച്ചാ ക്ലാസ്സിൽ പറഞ്ഞേ? അവനെ കുറിച്ചാണ്, അവളെ കുറിച്ചാണ്, അവരെ കുറിച്ചാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇനി ക്ലാസ് എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ ഞാൻ സർവനാമത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. എങ്ങനെയായിരിക്കും സർവനാമത്തെ കുറിച്ച് പറയുക? എന്തിന്റെയും പേരായ ശബ്ദമാണ് സർവനാമം. നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. എന്തിന്റെയും പേരായ ശബ്ദം സർവനാമം അല്ല കേട്ടോ. എന്തിന്റെയും പേരായ ശബ്ദം എന്നുള്ളത് നാമത്തിന് കൊടുക്കുന്ന നിർവചനമാണ്. നാമത്തിന് പകരം നിൽക്കുന്ന നാമത്തെയാണ് എന്ത് പറയുന്നത്? സർവനാമം അഥവാ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർവനാമത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ മാത്രമാണ് സർവനാമം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുക. പിന്നീട് സർവനാമം എന്ന് ആവർത്തിക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്തു പറയും? അതിനെ 3ആയി തിരിച്ചിരിക്കുന്നു. അതിതൊക്കെയാണ്, അതിന്റെ ഉദാഹരണങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത് അല്ലെ? സർവനാമം എന്ന വാക്ക് ആവർത്തിക്കുന്നതിന് പകരം അത് എന്ന വാക്കായിരിക്കും ഞാൻ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? അതിനെ കുറിച്ചാണ് പറഞ്ഞത്. കിട്ടിയോ? ആര്, ആരോട്, ആരെ കുറിച്ചല്ലെങ്കിൽ എന്തിനെ കുറിച്ച്? ഈ ചോദ്യങ്ങൾക്ക് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് സർവനാമം കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു എളുപ്പ വഴിയാണ് ഇംഗ്ലീഷിലെ പദങ്ങൾ ഓർത്തു വയ്ക്കുക എന്നുള്ളത്. ഉദാഹരണങ്ങൾ എണ്ണത്തിൽ കുറവാണ് ഇംഗ്ലീഷിൽ. അതിന്റെ ഏത് മലയാള പരിഭാഷ എടുത്താലും അത് മലയാളത്തിനുള്ള ഉദാഹരണമായിക്കോളും. കാര്യം മനസ്സിലായല്ലോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം
ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സണ് തുല്യമായി നിൽക്കുന്ന മലയാളത്തിലെ സർവനാമ വിഭാഗം ഏത്? പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ മലയാളത്തിലെ ഏത് സർവനാമ വിഭാഗത്തിന് തുല്യമാണ് എന്നതാണ് ചോദ്യം. കിട്ടിയോ? ആ ട്രാപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഭൂരിഭാഗം പേരും ഏതായിരിക്കും എഴുതുക? പ്രഥമ പുരുഷനായിരിക്കും. ശരിയല്ലേ? ഫസ്റ്റ്, പ്രഥമം ആണല്ലോ. സാമാന്യഗതിയിൽ ഫസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം പ്രഥമം അല്ലെങ്കിൽ ഒന്നാമത് എന്നൊക്കെ ആയിരിക്കും, ആണല്ലോ. അപ്പൊ നേരെ നമ്മൾ അത് എഴുതി വെക്കും. പക്ഷെ അതാണോ ഉത്തരം? അല്ല. ഫസ്റ്റ് പേഴ്സണ് തുല്യമായ മലയാള സർവനാമ വിഭാഗം ഉത്തമ പുരുഷനാണ്. അപ്പൊ തേർഡ് പേഴ്സണോ? തേർഡ് പേഴ്സൺ ആണ് പ്രഥമ പുരുഷ സർവനാമം. കിട്ടിയോ? മാറിപ്പോകരുത് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഉദാഹരണങ്ങളിൽ നിന്ന് ചോദ്യം വരാം, പേരിൽ നിന്ന് തന്നെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്. മിക്കവാറും തന്നെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളത് ആത്മകഥകളാണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് ചോദിച്ച സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആത്മകഥയായിരുന്നു ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ. അതുകൊണ്ടാണ് ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നത് കേട്ടോ. അപ്പൊ ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഹൃദയരാഗങ്ങളാണ്. അപ്പൊ എന്റെ കഥ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? എന്റെ കഥ, നീർമാതളം പൂത്ത കാലം, ഇത് രണ്ടും കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ ആത്മകഥകളാണ്. കർമ്മഗതി എന്ന ആത്മകഥയുടെ കർത്താവ് MK സാനുമാഷാണ്. ഓർമ്മകളുടെ ലോകത്തിൽ എന്ന ആത്മകഥയുടെ കർത്താവ് P കേശവദേവാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ആത്മകഥയാണ് പ്രസിദ്ധം. ഏതാ? എതിർപ്പ് എന്ന ആത്മകഥയാണ് കൂടുതൽ പ്രസിദ്ധം. അതുകൂടാതെ ഓർമ്മകളുടെ ലോകത്തിൽ എന്ന ആത്മകഥയും എഴുതിയിട്ടുണ്ട്. ഈ ഓർമ്മകളുടെ എന്ന പേരിൽ ആത്മകഥകൾ അല്ലെങ്കിൽ അങ്ങനെ ആരംഭിക്കുന്ന ആത്മകഥകൾ എഴുതിയ ഒന്നിലധികം പേരുണ്ട്. ഓർമ്മകളുടെ ലോകത്തിൽ എന്ന ആത്മകഥ എഴുതിയത് P കേശവദേവാണെങ്കിൽ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥയുടെ കർത്താവ് തകഴി ശിവശങ്കരപിള്ളയാണ്. ഓർമ്മയുടെ അറകൾ എന്ന ആത്മകഥയുടെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥയുടെ കർത്താവ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ G ശങ്കരക്കുറുപ്പാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര് എന്താണ്? തുടിക്കുന്ന താളുകൾ എന്നതാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേര്. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയുടെ കർത്താവ് നാടക നടനും നാടക സംവിധായകനുമായ തിക്കോടിയനാണ്. തിക്കോടിയൻ എന്നുള്ളത് തൂലികാനാമമാണ്. P കുഞ്ഞനന്തൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ, അതുപോലെ തന്നെ മലയാളത്തിലെ പേര് കേട്ട നിരൂപകനായ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. മലയാള അധ്യാപകനും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ചെറുകാട് ശ്രീ ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതപാത. മലങ്കാടൻ അല്ലെ എന്ന തൂലികാനാമത്തിലും അദ്ദേഹം സാഹിത്യരചനകൾ നടത്തിയിട്ടുണ്ട്. ചെറുകാട് ശ്രീ ഗോവിന്ദ പിഷാരടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ആത്മകഥ ജീവിതപാതയാണ്. ഞാൻ എന്ന ആത്മകഥയുടെ കർത്താവ് NN പിള്ളയാണ്. NN പിള്ളയെ എന്ന പേരിനേക്കാൾ നമുക്ക് സുപരിചിതം അഞ്ഞൂറാൻ മുതലാളിയാണ് അല്ലെ. ഗോഡ് ഫാദർ എന്ന സിനിമയിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ വ്യക്തിയാണ് NN പിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണെന്ത്? ഞാൻ എന്നുള്ളത്. ഈ ആത്മകഥകളെല്ലാം തന്നെ ഒന്നിലധികം തവണ പരീക്ഷകളിൽ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ലോചമാണ്. ലോചം. ലോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്കാണ്. ലോചനവും അക്ഷിയും എന്താണ്? കണ്ണിന്റെ പര്യായ പദങ്ങളാണ്. നോക്കിക്കേ, ലോഭത്തിന്റെ അർത്ഥം അത്യാഗ്രഹം, കൊതി, പിശുക്ക് എന്നൊക്കെയാണ് അർത്ഥം. കണ്ണുനീരിന്റെ പര്യായ പദങ്ങൾ നോക്കിക്കേ, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ലോചം കൂടാതെ വേറെ എന്തൊക്കെ പറയാം? അശ്രു, ബാഷ്പം, നേത്രാംബു, ബാഷ്പോദം എന്നിവ എന്താണ്? കണ്ണുനീരിന്റെ പര്യായ പദങ്ങളാണ്. കണ്ണിന്റെ പര്യായ പദങ്ങളും പരീക്ഷയിൽ പതിവായി ചോദിക്കുന്നു. നേത്രം, നയനം, മിഴി, ലോചനം, അക്ഷി, ദൃഷ്ടി, ചക്ഷുസ് ഇതൊക്കെ തന്നെയും എന്താണ്? കണ്ണിന്റെ പര്യായ പദങ്ങളാണ്. ഇമ, പക്ഷ്മം, പക്ഷ്മളം എന്നിവ എന്താണ്? കൺപീലിയുടെ പര്യായ പദങ്ങളാണ്. അതുപോലെ എല്ലാവർക്കും മാറിപ്പോകുന്ന രണ്ട് കാര്യങ്ങളാണ് കപാലവും കപോലവും.
എന്താണ് കപാലം? കപാലം തലയോട്. കപോലം എന്ന് പറഞ്ഞാലോ കവിൾത്തടമാണ്. ഇനി കബോധം എന്ന് പറഞ്ഞാലോ വീണ്ടും ആള് മാറും അല്ലെ. കബോധം എന്ന് പറഞ്ഞാൽ അത് പ്രാവിന്റെ പര്യായ പദമാണ് കേട്ടോ. കബോധം പ്രാവാണ്. ഈ 3 പദങ്ങളും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. കപാലം തലയോട്, കപോലം കവിൾത്തടം, കബോധം പ്രാവ്. തലയോടിന്റെ മറ്റു പര്യായ പദങ്ങൾ നോക്കിക്കേ. കർപ്പരം, കരോടി എന്നിവ കപാലത്തിന്റെ അല്ലെങ്കിൽ തലയോടിന്റെ പര്യായ പദങ്ങളാണ്. ഗണ്ഡം അല്ലെ, ഗണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? കപോലം അല്ലെങ്കിൽ കവിളിന്റെ പര്യായ പദങ്ങളാണ്. പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് വലയാവർത്തി ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്യത്തിലെ തെറ്റായ ഭാഗം ഏതാണ്? എല്ലാ മാസം തോറും. എന്താണ് അതിലെ തെറ്റ്? എല്ലാ തോറും രണ്ടും കൂടി പ്രയോഗിക്കരുത്, ഒരുമിച്ച് പ്രയോഗിക്കരുത്. ഒന്നുകിൽ എല്ലാ മാസവും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിലോ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. രണ്ടും കൂടി ഒരു വാക്യത്തിൽ തന്നെ പ്രയോഗിച്ചതാണ് അത് തെറ്റാകാനുള്ള കാരണം. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യം ഏത്? 1. കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. 2. അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ പോയത്. 3. ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം. 4. അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇതിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? സമയം കൂടുതൽ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 4ാമത്തെ വാക്യം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. എന്താണ് 1ഉം 2ഉം 3ഉം വാക്യങ്ങളിലെ തകരാറ്? 1ാമത്തെ വാക്യം, കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കിണറ്റിനുള്ളിൽ എന്ന് വേണോ? വേണ്ട. കിണറ്റിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്ന് മതി. കിണറ്റിൽ വീണു എന്ന് പറഞ്ഞാൽ തന്നെ ഏതർത്ഥം കിട്ടി? കിണറ്റിനുള്ളിലാണ് വീണത് എന്ന അർത്ഥം കിട്ടി. പിന്നെ ഉള്ളിൽ എന്ന് എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല. അതാണ് ആ വാക്യം തെറ്റാകാൻ കാരണം. മറ്റൊന്ന്, അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ പോയത്. എന്താ അങ്ങനെ പ്രയോഗിക്കുന്നതിൽ എന്താണ് തകരാറ്? തകരാറ് ഇത്രയേ ഉള്ളൂ, അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ പോയത് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ന് പറയുമ്പോ അത് ഫ്യൂച്ചർ ടെൻസിലും, നാട്ടിൽ പോയത് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലും. അങ്ങനെ ആകെ അതിന്റെ സ്ട്രക്ചർ തകരാറിലായതാണ് ആ വാക്യം തെറ്റാകാനുള്ള കാരണം. അല്ലെങ്കിൽ എന്ത് പറയാം? അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് അല്ലെ. നാട്ടിൽ പോയത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. നാട്ടിൽ ഞങ്ങൾ പോകാൻ പോവുകയാണ്, അത് അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. 2 തരത്തിൽ ആ വാക്യം ശരിയാക്കാം. പിന്നത്തെ വാക്യം എന്തായിരുന്നു? ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ് ഈ തെറ്റ് കേട്ടോ. ഓരോ വിദ്യാർത്ഥികളും എന്ന് പറയരുത്. ഓരോ എന്ന് പറയുമ്പോൾ 1 അല്ലെ, അത് സിംഗുലറിലെ പ്രയോഗിക്കാവുള്ളൂ. അതായത് ഓരോ വിദ്യാർത്ഥിയും. ഇനി എല്ലാം എന്ന് വരുമ്പോഴോ എല്ലാ വിദ്യാർത്ഥികളും. അപ്പോ അവിടെ പ്ലൂരൽ ഉപയോഗിക്കാം. ഇത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. പരീക്ഷയ്ക്ക് മറ്റൊരിക്കൽ ചോദിച്ചത് ഓരോ ചോദ്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. എന്താ തകരാറ്? ഓരോ ചോദ്യങ്ങളും എന്ന് പറയാവോ? പാടില്ല. ഒന്നുകിൽ ഓരോ ചോദ്യവും, അല്ലെങ്കിലോ എല്ലാ ചോദ്യങ്ങളും. അതാണ് ശരിയായ രീതി. കിട്ടിയല്ലോ. അപ്പൊ ഇത്തരത്തിലൊക്കെ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് പലതവണ ഈ തെറ്റ് തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. നാറാണത്വ ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഏതാണ്? ഈ അധ്യാപന സമ്പ്രദായങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് ക്രീഡാരീതി അഥവാ പ്ലേവേ മെത്തേഡിന് ഉദാഹരണമാണ്. എന്താണ് ക്രീഡാരീതി അഥവാ പ്ലേവേ മെത്തേഡ്? കായിക പ്രവർത്തനങ്ങളിലൂടെയും കളികളിലൂടെയും കുട്ടികളിൽ പഠനവും സമഗ്ര വികസനവും ഉറപ്പാക്കുന്ന ബോധന രീതിയെയാണ് പ്ലേവേ മെത്തേഡ് അഥവാ ക്രീഡാരീതി എന്നൊക്കെ വിളിക്കുന്നത്. കളിരീതി ഇതൊക്കെ ഒന്ന് തന്നെ. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കുന്നു.
കുട്ടികളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അവരിൽ തന്നെ പഠനത്തിൽ ഒരു താല്പര്യം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഈ രീതിയുടെ ആവിഷ്കരണത്തിന് പിന്നിലെ ചിന്ത. കളിരീതി ആദ്യം അവതരിപ്പിച്ചത് കാൾഡ്വെൽ കുക്കാണ്. ഇവരുടെയൊക്കെ പേര് വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. ഓരോ സിദ്ധാന്തവും കാണുമ്പോൾ അത് ആരാണ് ആവിഷ്കരിച്ചത് എന്നുള്ളത് പരമപ്രധാനമാണ്. പിന്നീട് ഈ രീതി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ജനകീയമാക്കുകയും ചെയ്തത് ഫ്രെഡറിക് അല്ലെങ്കിൽ ഫ്രെഡറിച്ച് ഫ്രോബൽ ആണ്. അപ്പൊ രണ്ട് തരത്തിലും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രണ്ടു പേരും ഏത് മെത്തേഡുമായിട്ട്, അധ്യാപന സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്നൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാൾഡ്വെൽ കുക്കും അതുപോലെ ഫ്രെഡറിക് ഫ്രോബലും എന്തുമായി ബന്ധപ്പെട്ടതാണ്? കളിരീതി അഥവാ പ്ലേവേ മെത്തേഡുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഈ രീതിയുടെ സവിശേഷതകൾ കൂടി സൂചിപ്പിക്കുകയാണ്. അതെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സവിശേഷതകൾ തന്നതിന് ശേഷം എന്ത് ചോദിക്കാം? ഇത് ഏത് അധ്യാപന സമ്പ്രദായത്തിലെ സവിശേഷതകളാണ്? അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യം വരാം കേട്ടോ. സമഗ്ര വികസനം അഥവാ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, കായിക വിനോദങ്ങളിലൂടെ കുട്ടികളിൽ ഏകാഗ്രത, നേതൃത്വ ഗുണം, ടീം വർക്ക്, സഹകരണം എന്നിവ വളർത്തിയെടുക്കുന്നു. ഈ കായിക വിനോദം എന്ന് കേൾക്കുമ്പോൾ സ്പോർട്സ് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നാടകം എന്ന് പറയുമ്പോഴും ഈ പറയുന്നത് പോലെ ഒരാളുടെ കഴിവ് കൊണ്ടല്ലല്ലോ നാടകം അരങ്ങേറുന്നത്. അതിനുള്ള സംഭാഷണം രചിക്കുന്നത് മുതൽ അതിനുള്ള സെറ്റ് ചെയ്യുന്നത്, നാടകത്തിന്റെ ആ ഒരു സീൻ സെറ്റ് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. കസേര വേണം, കർട്ടൻ വേണം, അങ്ങനെ പല കാര്യങ്ങൾ വേണം. ഇതൊക്കെ ഇതിനൊക്കെ കുട്ടികളുടെ പങ്കാളിത്തം സംയോജിക്കുമ്പോഴാണ് വിജയകരമായ രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇതിനെയും നമ്മൾ എന്ത് തന്നെയാ പറയുന്നത്? കായിക വിനോദം എന്ന് തന്നെയാണ് പറയുന്നത്. സ്പോർട്സ് മാത്രമല്ല കായിക വിനോദം എന്ന് ഓർക്കുക. സമ്മർദ്ദം കുറയ്ക്കുന്നു. കുട്ടികൾ കളികളിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ കുട്ടികളിൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. അവര് രസിച്ചാണ് പഠനം എന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയുകയും അതിലുള്ള താല്പര്യം വർദ്ധിച്ചിരിക്കുകയും ചെയ്യും. കുട്ടികളുടെ തലച്ചോറിലേക്ക് അത് എളുപ്പം കയറി ചെല്ലുകയും ചെയ്യും എന്നുള്ളതാണ് ഈ രീതിയുടെ ഗുണം. പിന്നെ പഠനം രസകരമാവുകയാണ്. പാഠഭാഗങ്ങൾ കേവലം മനഃപ്പാഠമാക്കുന്നതിനു പകരം കായിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. കണക്കുകൾ പഠിക്കാൻ ലളിതമായ കളികൾ ഉപയോഗിക്കുന്നത് പോലെ കവിത പഠിക്കാൻ ഇത്തരത്തിൽ നാടകങ്ങൾ നാടക രൂപത്തിൽ ആവിഷ്കരിക്കുന്നത് പോലെ പഠനം രസകരമാവുകയും കുട്ടികൾ കൂടുതൽ താല്പര്യത്തോടെ പഠന പ്രക്രിയയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ രീതിയുടെ ഗുണമാണ്. അതുപോലെ സാമൂഹികവൽക്കരണം അഥവാ സോഷ്യൽ സ്കിൽസ്, ജയവും തോൽവിയും ഒരുപോലെ അംഗീകരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകാനും അവരുടെ കഴിവ് തന്നിലേക്ക് പകർത്തിയെടുക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ ഈ ഒരു രീതിയിലൂടെ വികസിക്കുകയാണ്. ഇത്തരം രീതികൾ വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ജീവിതശൈലി ഉണ്ടാക്കുന്നതിനും അച്ചടക്കം വളർത്തുന്നതിനും ഏറെ സഹായകമാണ്. നാടകം എന്ന് പറയുമ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങലാണ് ഒരു സംഭാഷണം പറയുമ്പോൾ മറ്റുള്ള ഒരാളുടെ സംഭാഷണം കേട്ട് അതിനോട് പ്രതികരിക്കുന്ന രൂപത്തിലായിരിക്കണം തിരിച്ച് സംഭാഷണം പറയേണ്ടത്. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന രീതിയിലല്ല സംഭാഷണം പറയേണ്ടത്. അതിന് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊക്കെ അവർ താല്പര്യത്തോടു കൂടി പഠിക്കുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന എല്ലാവരും നാളത്തെ APJ അബ്ദുൽ കലാം മാത്രമല്ല ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും? ഒരു മെസ്സി ഉണ്ടാകാം, ഒരു മോഹൻലാൽ ഉണ്ടാകാം, അങ്ങനെ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാകാം. അങ്ങനെ പല മേഖലകളിൽ തങ്ങളുടെ കയ്യൊപ്പ് വിരിയിക്കാൻ പര്യാപ്തരായ ഒരു പറ്റം പേരാണ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള രസകരമായ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ, പ്രത്യേകിച്ച് മാതൃഭാഷാ അധ്യാപകരുടെ ധർമ്മം. ഇനി അടുത്ത രീതിയിലേക്ക് കടക്കുകയാണ്. ഹ്യൂറിസ്റ്റിക് രീതി ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ, പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതുമാണ്. എന്താണ് ഹ്യൂറിസ്റ്റിക് രീതി? വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ സ്വയം കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്ന ശാസ്ത്രീയമായ അധ്യാപന രീതിയെയാണ് ഹ്യൂറിസ്റ്റിക് രീതി എന്ന് പറയുന്നത്. ഗ്രീക്ക് പദമായ ഹ്യൂറിസ്കോ എന്ന വാക്കിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഉണ്ടായത്. എന്താണ് ഹ്യൂറിസ്കോ എന്ന പദത്തിന്റെ അർത്ഥം? കണ്ടെത്തുക എന്നാണ് കേട്ടോ. കണ്ടെത്തുക എന്നർത്ഥം വരുന്ന ഹ്യൂറിസ്കോ എന്ന പദത്തിൽ നിന്നുണ്ടായ മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് രീതി.
ഇതിന്റെ വക്താവ് ആരാണ്? H.E. ആംസ്ട്രോങ്. അദ്ദേഹമാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. കുട്ടിയെ ഒരു ഗവേഷകനായിട്ടാണ് ഹ്യൂറിസ്റ്റിക് രീതി പരിഗണിക്കുന്നത്. വിദ്യാർത്ഥി വെറും ഒരു കേൾവിക്കാരനല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനെ പോലെ സ്വയം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. അല്ലെ, അധ്യാപകൻ ഒരു ചൂണ്ടുപലകയായിരിക്കും. ഇന്നിടത്ത് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് അധ്യാപകർ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. അങ്ങനെ കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ പതിയുന്നു എന്നുള്ളതാണ് ഈ രീതിയുടെ പിന്നിലെ ഗുണം. പിന്നെ സ്വയം പഠനം അഥവാ സെൽഫ് ലേണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകൻ വിവരങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കില്ല, പകരം കുട്ടികൾ സ്വന്തം അധ്വാനത്തിലൂടെയാണ് ഇവിടെ അറിവ് നിർമ്മിച്ചെടുക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് അഥവാ ചെയ്തു പഠിക്കുക. പുസ്തക വായനയേക്കാൾ പ്രായോഗികമായ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. കുട്ടികളുമായി അധ്യാപകൻ നേരെ ഒരു വയലിലേക്ക്, കൃഷി നടക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുകയും കൃഷി എന്താണ് എന്ന് അവരെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു പഠിക്കുകയാണ്, അവരും അതിന്റെ ഭാഗമായി തീരുകയാണ്. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉദാഹരണമാണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു രീതിയാണ് ആഗമന രീതി, നിഗമന രീതി. ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും. അരിസ്റ്റോട്ടിലാണ് ഈ രണ്ട് രീതിയുടെയും വക്താവായിട്ട് പരിഗണിക്കുന്നത്. നോക്കിക്കേ, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പ്രധാന അധ്യാപന രീതികളാണ് ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ്. എന്താണ് ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്? അരിസ്റ്റോട്ടിലാണ് ഇതിന്റെ തുടക്കക്കാരൻ എന്ന് നമ്മൾ പറഞ്ഞു. ആഗമന രീതിയുടെയും നിഗമന രീതിയുടെയും. ആഗമന രീതി അരിസ്റ്റോട്ടിലാണ് മുന്നോട്ട് വെച്ചത്. പിന്നീട് ആധുനിക ശാസ്ത്രത്തിലും തത്വചിന്തയിലും ഈ രീതിയെ വികസിപ്പിക്കുകയും പ്രചാരത്തിലാക്കുകയും ചെയ്തത് ഫ്രാൻസിസ് ബേക്കൺ ആണ് കേട്ടോ. അതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിലാണ് അരിസ്റ്റോട്ടലിന് പ്രാധാന്യം. പിന്നീട് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്ക് ഉതകുന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുത്തത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഉദാഹരണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്ക്. ആദ്യം തന്നെ ഒരു പൊതുതത്വം ആവിഷ്കരിക്കുക എന്നുള്ളതല്ല ആഗമന രീതിയുടെ രീതി. പിന്നെയോ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുക. ഇപ്പോ പച്ചക്കറിയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പച്ചക്കറി ഇന്നതാണ് എന്നൊരു ഡെഫിനിഷൻ കൊടുക്കുന്നതിന് പകരം ഒരുപാട് പച്ചക്കറികളുടെ പേര് പറഞ്ഞ്, അല്ലെ, സുപരിചിതമായ ഒന്നിൽ നിന്നും പൊതുവായ ഒന്നിലേക്ക്, അല്ലെ, സുപരിചിതമായതിൽ നിന്നും തത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആഗമന രീതിയുടെ രീതി. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ എന്തായിരിക്കും ഡിഡക്റ്റീവ് മെത്തേഡ്? ഇതിന്റെ നേരെ വിപരീതമായിരിക്കും കേട്ടോ. നിയമങ്ങളും സിദ്ധാന്തങ്ങളും ആദ്യം പഠിപ്പിച്ച ശേഷം ഉദാഹരണങ്ങളിലൂടെ അത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതി. അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഇതിന്റെ തത്വങ്ങൾ ഔപചാരികമായി രൂപപ്പെടുത്തിയത്. ആദ്യം സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നു, അതിനുശേഷം ഉദാഹരണങ്ങളിലൂടെയും മറ്റും അത് വിശദീകരിക്കുന്നു. രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത മെത്തേഡ് ഡാൾട്ടൺ പ്ലാൻ അഥവാ ഡാൾട്ടൺ പദ്ധതിയാണ്. ഇത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരല്ല കേട്ടോ ഡാൾട്ടൺ. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് അത് ചോദ്യമായിട്ട് വരാറുമുണ്ട്. ഡാൾട്ടൺ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? അമേരിക്കൻ വിദ്യാഭ്യാസ വിചക്ഷണനായ ഹെലൻ പാർക്ക്ഹർസ്റ്റ് ആണ് ഡാൾട്ടൺ പദ്ധതിയുടെ വക്താവ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഡാൾട്ടൺ പദ്ധതി എന്ന് പേര് വന്നത്? കാര്യം പറയാം. കുട്ടികളുടെ കഴിവുകൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായി സ്വന്തം വേഗതയിൽ പഠിക്കാൻ ഈ പദ്ധതി അവസരമൊരുക്കുന്നു. അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിലുള്ള ഡാൾട്ടൺ നഗരത്തിലെ ഹൈസ്കൂളിലാണ് ഇത് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്. പരീക്ഷിക്കപ്പെട്ട സ്കൂളിന്റെ പേരിലാണ് പിൽക്കാലത്ത് ഈ രീതി അറിയപ്പെട്ടത് എന്നുള്ളതാണ് കൗതുകകരം. അല്ലാതെ ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരിലല്ല. ഹെലൻ പാർക്ക്ഹർസ്റ്റ് 1919 ന്യൂയോർക്കിൽ സ്ഥാപിച്ച പ്രശസ്തമായ ഡാൾട്ടൺ സ്കൂൾ വഴിയാണ് ഈ രീതി ലോകമെമ്പാടും പ്രശസ്തമായത്. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വ്യക്തിഗത സ്വാതന്ത്ര്യം. ക്ലാസ്സിലെ കൂട്ടായ പഠനത്തിനു പകരം ഓരോ കുട്ടിക്കും സ്വന്തം പഠന വേഗത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതുപോലെ ഒരു ധാരണാപത്രം ഉണ്ടാകും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ആഴ്ചകളാകാം മാസങ്ങളാകാം, പൂർത്തിയാക്കേണ്ട സിലബസ് കുട്ടികൾക്ക് മുൻകൂട്ടി നൽകുന്നു. അവർ അത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ പഠിച്ചു തീർക്കണം എന്നുള്ളതാണ് ഡാൾട്ടൺ പദ്ധതിയുടെ ഒരു എഗ്രിമെന്റ്. വിഷയാധിഷ്ഠിത ലാബോറട്ടറികൾ.
ക്ലാസ് മുറികൾക്ക് പകരം ഓരോ വിഷയത്തിനും പ്രത്യേക ലാബുകൾ അല്ലെങ്കിൽ പഠനമുറികൾ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ ചോദ്യം വരാം കേട്ടോ. ഈ വിഷയാധിഷ്ഠിത ലാബോറട്ടറികൾ ഏത് പഠന സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്? പരീക്ഷയ്ക്ക് ചോദ്യം ആവർത്തിക്കുന്നതാണ്. കുട്ടികൾ അവിടെ ഇരുന്ന് സ്വയം പഠിക്കുകയും സംശയങ്ങൾ തീർക്കാൻ അധ്യാപകരുടെ സഹായം തേടുകയും ചെയ്യുന്നു. കുട്ടികളിൽ സ്വയം പഠിക്കാനുള്ള ശീലവും ഉത്തരവാദിത്വ ബോധവും പരസ്പര സഹകരണവും വളർത്തിയെടുക്കാൻ ഈ രീതി സഹായിക്കുന്നു. പക്ഷെ ഇത് പിൽക്കാലത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുത്ത് കുട്ടികൾ പഠിക്കുമ്പോൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരുപക്ഷെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഇത് വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായാണ്? നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായാണ്. വിവിധ മേഖലകളിൽ കുട്ടികൾ നേടുന്ന വളർച്ചയും അവരുടെ പരിശ്രമങ്ങളും മികവുകളും ഒക്കെ ലക്ഷ്യബോധത്തോടു കൂടി ശേഖരിക്കുന്നതിനെ പോർട്ട്ഫോളിയോ ആയി കരുതാം. ഈ ശേഖരണത്തിൽ കുട്ടിയുടെ പങ്കാളിത്തവും സ്വയം വിലയിരുത്തലും ഉറപ്പുവരുത്തണം. നിരന്തര മൂല്യനിർണയം ഗൗരവതരമാകുവാൻ കുട്ടിക്ക് എന്തറിയാമെന്നും എന്തൊക്കെ ചെയ്യാനാകുമെന്നും കൃത്യമായും വിപുലമായും തിട്ടപ്പെടുത്തണം. അങ്ങനെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ, അതിന് തയ്യാറാക്കുന്ന സമയത്ത് ഇത് വളരെ സഹായകരമാകും കുട്ടികളെ മൂല്യനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പോർട്ട്ഫോളിയോ എന്നത് ഈ തിട്ടപ്പെടുത്തൽ വിനിമയം ചെയ്യുന്ന ഒരു പ്രദർശന ഉപാധിയായി മാറുന്നു. കുട്ടികളുടെ സമ്പുഷ്ടമായ വളർച്ചയും ക്രിയാത്മകതയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രദർശന ഉപാധി. അങ്ങനെയാണ് പോർട്ട്ഫോളിയോ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ വളരെ പ്രയോജനകരമായി തീരുന്നത്. അവസാനത്തെ ചോദ്യം, ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിനു പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനത്തെയാണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത്. ഇത് വലിയ ക്ലാസ്സുകളിൽ പ്രായോഗികമാണോ? അല്ല, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ് ഇത് പ്രായോഗികം എന്ന കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട് കേട്ടോ. വികസാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അഥവാ ഡെവലപ്മെന്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രാവർത്തികമാകുന്ന പാഠ്യപദ്ധതി വിനിമയമാണ് പ്രാരംഭഘട്ടം മുതൽ നടക്കേണ്ടത്. കുട്ടികളുടെ താല്പര്യം, ആർജിത അറിവ് എന്നിവ പരിഗണിക്കുന്ന പരിചിതമായ അനുഭവ തലത്തിലുള്ള ആശയങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഉദ്ഗ്രഥിത സമീപനമാണ് 1-2 ക്ലാസ്സുകളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആധുനിക ബോധശാസ്ത്രത്തിന്റെ വളരെ വലിയ ഒരു സംഭാവനയാണ് ഉദ്ഗ്രഥിത സമീപനം. ഓരോന്ന് വിഷയങ്ങളായി പഠിക്കുമ്പോൾ ഇതിനെ ബന്ധപ്പെടുത്താനുള്ള കഴിവ് കുട്ടികളിൽ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിലെ പല ഭാഗങ്ങളാണിവ എന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. വികസനത്തിന് അനുഗുണമായ അനുഭവങ്ങൾ അഥവാ ഡാപ്പ്, ഡെവലപ്മെന്റ് അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ്, ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നു. മലയാളം, പരിസര പഠനം, ഗണിതം, കല, ആരോഗ്യ, കായിക, പ്രവൃത്തി പരിചയം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ധാരണകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവ ആർജിക്കുന്നതിനായി ഉദ്ഗ്രഥിത പഠന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത്. കണ്ടോ, ഇതെല്ലാം ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇവരിലേക്ക് കടക്കുമ്പോൾ ഇതിലെല്ലാത്തിനും എന്തുണ്ട്? ഒരു പരസ്പര ബന്ധമുണ്ട്. അത് കുട്ടികളിലേക്ക് എത്തുന്നത് വഴി കണക്ട് ചെയ്ത് പഠിക്കാൻ കുട്ടികളുടെ മസ്തിഷ്കം തയ്യാറെടുക്കും എന്നുള്ളതാണ് ഈ രീതിയുടെ ഗുണം. കുട്ടിക്ക് പരിചിതമായ അനുഭവ തലമുള്ള ആശയങ്ങളും പ്രമേയങ്ങളും അനുസരിച്ച് മലയാളം, പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് ഒരു പാഠപുസ്തകവും ഗണിത പഠനത്തിനായി മറ്റൊരു പാഠപുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്ഗ്രഥിത പഠനാനുഭവങ്ങളാണ് ഓരോ പാഠപുസ്തകവും അടിസ്ഥാനമാക്കി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് എന്നാണ് ആധുനിക ബോധനശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കിട്ടിയല്ലോ? ഇതൊക്കെ തന്നെയും പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളുമാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.